ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം, എന്നാൽ നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മളിപ്പോൾ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ്. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കഷ്ണമാക്കി അരിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത്. ഇനി നന്നായിട്ട് അത് വാട്ടി കൊടുക്കുക. അപ്പോൾ അന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ്. എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട്. 2 വലിയ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമ്മളിതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പകുതി കുക്കായപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 സവാള നേരത്തെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 വലിയ സവാള നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പൊടികളാണ് കേട്ടോ. അവർക്ക് നല്ല റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആൾക്കാർക്ക് അതുപോലെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലിപ്പോൾ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി അതിന് മേലെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇതാണ് ലാസ്റ്റ് നമ്മൾ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല, അതിൽ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.